Welcome to this video on ACCA Business and Technology Chapter 1. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ബിസിനസ് ആൻഡ് ടെക്നോളജിയിലെ അതായത് F1 പേപ്പറിലെ ഫസ്റ്റ് ചാപ്റ്ററായ ബിസിനസ് ആൻഡ് എൻവയോൺമെൻ്റ് ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ എക്സാം പോയിൻ്റ് ആയിട്ടുള്ള മെയിനായിട്ടുള്ള പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ ഡീൽ ചെയ്യുക. അപ്പോൾ നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ബിസിനസ് ഓർഗനൈസേഷൻ and why it is and what is a different type of business organization. ആദ്യം നമുക്ക് എന്താണ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് നോക്കാം. ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗെദർ വിത്ത് എ കോമൺ ഗോൾ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഗോളൊക്കെ എന്തായിരിക്കും സെയിം ആയിരിക്കും. അവരുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടുഗെദറായിട്ട് വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മൾ റിസോഴ്സസൊക്കെ എഫിഷ്യൻ്റ്ലി ആയിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ അവിടെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇനി നമുക്ക് എന്തിനാണ് ബിസിനസ് ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഇൻഡിവിജ്വൽസ് അലോൺ കനോട്ട് മീറ്റ് ഓൾ ഗോൾസ്. ഒരു ഇൻഡിവിജ്വലിന് എല്ലാ ഗോൾസും മീറ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. പൂൾ റിസോഴ്സസ് സ്കിൽസ് ആൻഡ് സ്കിൽ. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ പകരം ഒരു ഓർഗനൈസേഷൻ അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ പൂൾ റിസോഴ്സസ് ഉണ്ടാകുന്നു, സ്കിൽസ് ആൻഡ് സ്കിൽസ് ഉണ്ടാകുന്നു. അതായത് ഡിഫറെൻറ്റ് പീപ്പിൾസ് ഉണ്ടാകുമ്പോൾ അവിടെ അവരുടെ സ്കില്ല് ഷെയർ ചെയ്യപ്പെടും, അവിടെ നല്ല നല്ല ഒപ്പീനിയൻസ് ഷെയർ ചെയ്യപ്പെടും. അത് കാരണത്താൽ തന്നെ അവിടെ ഒരു എക്കണോമി ഓഫ് സ്കിൽസും ഉണ്ടാവും. ആൻഡ് മാനേജ് റിസ്ക് എഫക്റ്റീവ്, അവർക്ക് അവരെ റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ഇൻ 3 മേജർ സെക്ടർ. വൺ ഈസ് പ്രൈവറ്റ് സെക്ടർ ആൻഡ് അനദർ വൺ ഈസ് പബ്ലിക് സെക്ടർ ആൻഡ് നോൺ ഫോർ പ്രോഫിറ്റ് സെക്ടർ. First one is private sector organization. It includes sole trader, partnership and limited liability company. Sole trader. A business is owned, operated and controlled by a single individual or single person is called sole trader. ഒരു ബിസിനസ് സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുക, റൺ ചെയ്യുക, കൺട്രോൾ ചെയ്യുന്നതിനാണ് സോൾ ട്രേഡർ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ മ്യൂച്വലായിട്ടുള്ള എഗ്രിമെൻറ്റോടുകൂടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സിനാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, അവരുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ഇനി പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ. പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ ഈസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ഗവൺമെൻറ്. ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന കൺട്രോൾ ചെയ്യപ്പെടുന്ന ഓർഗനൈസേഷനാണ് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പബ്ലിക് വെൽഫെയർ ആണ്. ദെൻ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഓർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് നോട്ട് ഫോർ പ്രോഫിറ്റ്. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ല, മറിച്ച് സോഷ്യൽ മിഷനാണ്. മോസ്റ്റ്ലി ചാരിറ്റീസ്, അതുപോലെ തന്നെ ഡൊണേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക.